തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ കുത്തിവയ്പ് മാറി നൽകിയ സംഭവത്തിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ. അസിസ്റ്റന്റ് പ്രൊഫസർ SS സുജീഷിനെതിരാണ് നടപടി. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താനും നിർദ്ദേശം ഉണ്ട്. ഇത് 1 മാസമായിട്ട് ഇടത് കണ്ണിന് കാഴ്ച കുറവായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം 3 ദിവസം മുമ്പ് അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി മരുന്ന് മേടിച്ചു കൊടുത്തു. അതിനുശേഷം ഇന്നലെയായിരുന്നു ഇഞ്ചെക്ട് ചെയ്യേണ്ടത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻ ആയിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതിന് ശേഷം ഇടത് കണ്ണിലാണ് കംപ്ലൈൻറ്റ്. ഇടത് കണ്ണ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇഞ്ചെക്ട് ചെയ്തത് വലത് കണ്ണിലായിരുന്നു. ഇത് വാർഡിലോട്ട് മാറ്റിയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നത് അത് കണ്ണിൽ ചെറിയ ചോപ്പുണ്ടായിരുന്നു എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. MG പ്രതീക്ഷ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നുണ്ട്. പ്രതീക്ഷ ഇടത് കണ്ണിലെ ചികിത്സ ദീർഘനാളെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയും എങ്ങനെയാണത് അതിൻ്റെ ചികിത്സ വലത് കണ്ണിലേക്ക് മാറിയത് എന്നതിനെക്കുറിച്ച് ഡോക്ടർമാർ വിശദീകരണം നൽകുന്നത് എന്താണ്? ആശുപത്രി പറയുന്നത് എന്താണ്? പ്രതീക്ഷ ഹാഷ്മി, അതുതന്നെയാണ് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് പറയാനുള്ള കാരണം. ഈ ഭീമാപ്പള്ളി സ്വദേശിയായ അസൂറ ബീവി 1 മാസത്തോളമായി തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതേ രോഗിക്കാണ് ഈ കണ്ണുമാറി ഡോക്ടർ തന്നെ ചികിത്സ നൽകിയത്. ഇന്നലെ രാവിലെയോടുകൂടി ഈ ശസ്ത്രക്രിയയുടെ ഭാഗമായി അഡ്മിറ്റ് ആകാൻ നിർദ്ദേശിച്ചിരുന്നു. അതിന് മുന്നോടിയായി തന്നെ ഇതിനുള്ള മരുന്നുകൾ ഈ രോഗിയുടെ കൂട്ടിരിപ്പുകാർ ആശുപത്രി അധികൃതർക്ക് നൽകുകയും ചെയ്തു. രാവിലെ 7:30യോടുകൂടി ആശുപത്രിയിൽ എത്തുമ്പോൾ ആദ്യം ഈ ഇടത് കണ്ണ് ക്ലീൻ ചെയ്യുകയും പിന്നീട് ഈ ഇടത് കണ്ണിന് എടുക്കേണ്ട ഇഞ്ചക്ഷൻ മാറി വലത് കണ്ണിന് ഇഞ്ചക്ഷൻ ചെയ്യുകയുമാണ് ഉണ്ടായത്. തുടർന്ന് അവിടെ നിന്ന് ഈ ശസ്ത്രക്രിയാ മുറിയിൽ നിന്ന് പുറത്ത് വന്നപ്പോഴാണ് ഈ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഇത് തിരിച്ചറിഞ്ഞത്. ഈ ഘട്ടത്തിൽ തന്നെ ഡോക്ടറോട് ഇവർ ഈ കാര്യം കണ്ണ് മാറി ഇഞ്ചക്ഷൻ ചെയ്ത കാര്യം പറഞ്ഞെങ്കിലും അത് വളരെ ലാഘവത്തോടു കൂടിയാണ് ആശുപത്രി അധികൃതർ എടുത്തത് എന്നതാണ് കുടുംബം പ്രധാനമായും പറയുന്ന കാര്യം. പിന്നീട് ഈ ആശുപത്രി സൂപ്രണ്ടിനും പോലീസിനും കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഈ വീഴ്ചയുടെ ഗുരുതര സ്വഭാവം മനസ്സിലാക്കി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അവിടുത്തെ ഡോക്ടറായിരുന്ന സുജീഷിനെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്താനും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് ശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാകുന്നത്. എന്തായാലും വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നതാണ് കുടുംബവും ആവശ്യപ്പെടുന്നത്. ഓക്കെ, MG പ്രതീക്ഷയാണ്. ഇടത് കണ്ണ് നൽകേണ്ട ചികിത്സയാണ്, അത് മാറി വലത് കണ്ണ് നൽകി. അത് എന്താണ് സംഭവിച്ചത് എന്ന കൃത്യമായ പരിശോധന ഉണ്ടാവട്ടെ.